നിങ്ങൾക്ക് മിനിമം 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ ഫിസിക്കൽ ഇല്ലാതെ ഇന്റർവ്യൂ ഇല്ലാതെ എക്സാം പോലും ഇല്ലാതെ പുതിയൊരു അവസരം GDS അതായത് ഇന്ത്യ പോസ്റ്റിന്റെ കീഴിൽ നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കീഴിൽ അതായത് സെൻട്രൽ ഗവൺമെന്റ് ജോബ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന്റെ കീഴിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയട്ടെ, ഈ വീഡിയോ മുഴുവൻ കാണാതെ നിങ്ങൾ അപേക്ഷിക്കാൻ പോകരുത്. അപേക്ഷിക്കാൻ സാധിക്കത്തില്ല ഇപ്പോൾ നിലവിൽ. അതെന്താണ്, എങ്ങനെ നോക്കണം, എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാതെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിക്കും. അല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തുടക്കത്തിൽ മാത്രം കണ്ടിട്ട് അപേക്ഷ തുടങ്ങിയെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ അവിടം വരെ ചിലപ്പോൾ പെട്രോൾ അടിച്ചിട്ടായിരിക്കാം പുറത്ത് പോയിട്ട് അപേക്ഷിക്കായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഓണായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. അത്രയും സമയം നിങ്ങൾക്ക് പോയി കിട്ടും. അതുകൊണ്ട് വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. എന്താണ് കാര്യം എന്നുള്ളത് മൊത്തത്തിൽ ഞാൻ പറയുന്നുണ്ട്. അതിനുശേഷം അതിൽ വരുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ GDSലേക്ക് ഗ്രാമീൺ താക് സേവക്കിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ BPM, അതുപോലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ ABPM, അതുപോലെ തന്നെ ഡാക് സേവക്കും കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് മിനിമം 10ാം ക്ലാസ് മാത്രമാണ് കേട്ടോ. 10th പാസ്സായിട്ടുള്ള ആർക്കും തന്നെ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും. എക്സാം ഇല്ല, ഫിസിക്കൽ ഇല്ല, ഇന്റർവ്യൂ ഇല്ല, അങ്ങനെ യാതൊരു കാര്യങ്ങളും ഇല്ല. 10ാം ക്ലാസിന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. അപ്പോൾ പലരും പറയും ഞാൻ കുറേ തവണയായിട്ട് അപ്ലൈ ചെയ്യുന്നു, ഫുൾ A+ ഉണ്ട്, എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം 10ാം ക്ലാസിന്റെ മാർക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രായം, ഇങ്ങനെ പല അടിസ്ഥാനങ്ങൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് എടുക്കുന്നുണ്ട് ഇതിന് ലിസ്റ്റ് തയ്യാറാക്കാനായിട്ട്. പക്ഷെ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കരുത്. പലരും മറ്റു കുറച്ച് പേര് പറയുന്നതാണ് എനിക്കിപ്പോൾ 50% അല്ലെങ്കിൽ 80% മാർക്കുള്ളൂ, അല്ലെങ്കിൽ 73% അല്ലെങ്കിൽ 83%, ഇത്രയൊക്കെ എനിക്ക് മാർക്കുള്ളൂ, ഞാൻ അപ്ലൈ ചെയ്യണോ, 99% ഉള്ളവർക്കല്ലേ കിട്ടുന്നുള്ളൂ, അങ്ങനെ പറയും. ചില സാഹചര്യങ്ങളിൽ 99% ഉള്ളവർക്ക് കിട്ടുന്നില്ല, ഈ 63% ഉള്ളവർക്ക് കിട്ടുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കാറ്റഗറി. അതുപോലെ തന്നെ ഏജ്, പല ഡിഫറെൻറ്റ് വേരിയസ് തിങ്ങിലാണ്. അപ്പോൾ 99 ഉള്ളവർ അപ്ലൈ ചെയ്യേണ്ടെന്നല്ല, അവരും അപ്ലൈ ചെയ്യണം. കാരണം ഞാൻ പറയാം, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇതിലും കൂടുതൽ, ഇപ്പോൾ 28,700 വേക്കൻസി ആയിരുന്നു നമുക്ക് ഷോർട്ട് നോട്ടീസ്, അതിൽ കൂടുതൽ പ്ലസ് ആയിരുന്നു നമുക്ക് ഷോർട്ട് നോട്ടീസ് ഇറങ്ങിയ സമയത്ത് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അനൗദ്യോഗികമായിട്ട് നമുക്ക് ഏകദേശം 30,000-ൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നമ്മളെ വെബ്സൈറ്റിൽ കയറുമ്പോൾ മനസ്സിലാകും കേട്ടോ, സൈറ്റ് കൊടുത്തിട്ടുണ്ട്, മുമ്പോട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, മുമ്പോട്ട് കാണാൻ പറ്റും എത്ര വേക്കൻസി ഉണ്ടെന്ന്. അപ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ 1000 വേക്കൻസി, ഇപ്പോൾ ഇത് ഓൾ ഓവർ നേഷൻ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഒരു 1000 വേക്കൻസി നമ്മുടെ കേരളത്തിലുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ 1000 ഈ വേക്കൻസിക്ക് അപ്ലൈ ചെയ്ത് എല്ലാവരും അപ്ലൈ ചെയ്തു, 1000+ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത സമയത്ത് ഏകദേശം 200 പേർക്ക് അല്ലെങ്കിൽ 300 പേര് അല്ലെങ്കിൽ 400 പേർക്ക് ജോലി എന്ത് ചെയ്തു, 1000 പേര് ലിസ്റ്റ് ഇട്ട് 400 പേര് മാത്രം ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ പോയെന്ന് കരുതുക. ബാക്കിയുള്ളവർ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ അവിടെ 600 വേക്കൻസി പെൻഡിങ് ആയിട്ടുണ്ടാവും, ബാക്കി ബാലൻസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ 600 വേക്കൻസിക്ക് വീണ്ടും ലിസ്റ്റ് ഇടും. അപ്പോൾ അതിൽ 100 പേരായിരിക്കും പോവുക, പിന്നെ 500 വേക്കൻസി ബാക്കി ഉണ്ടാവും. അപ്പോൾ ഇത് ആദ്യം ഉള്ളവരെ ആയിരിക്കില്ല രണ്ടാമത്തെ ലിസ്റ്റിലിടുക. ഒരു പക്ഷേ 99 മാർക്കുള്ളവരിട്ട്, പിന്നെ അതിൻ്റെ നേരെ കുറവുള്ള 93 അല്ലെങ്കിൽ 83, അങ്ങനെ കുറഞ്ഞു വരും സംഭവം. പിന്നെ അവിടെ 500 വേക്കൻസി ബാക്കിയാണ്. ഒരു എക്സാമ്പിളിന് മാത്രം പറയുന്നതാണ് കേട്ടോ, മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ 1, 2, 3, 4 അങ്ങനെ 5-6 ലിസ്റ്റുകൾ വരെ ഇതിന് വന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് ഇതിന് മുമ്പത്തെ വർഷങ്ങളിൽ ഒരുപാട് ലിസ്റ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു സമയം പറയും, നമ്മൾ ഓരോ ലിസ്റ്റ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യും. ആ ലിസ്റ്റിൽ നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ റോൾ നമ്പറോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതതായിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്, കേരള സർക്കിളിലായിരിക്കും, കേരളത്തിലായിരിക്കും ജോലി. അപ്പോൾ അതതായിട്ടുള്ള പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ജോലി ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും പറയാനുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 31/1/2026 മുതൽ 14/2/2026 വരെ ഇതിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. പുതിയ പോർട്ടൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പം തന്നെ രജിസ്റ്റർ ചെയ്ത് ഇട്ടേക്കുക, അല്ലെങ്കിൽ അപേക്ഷൻ്റെ കൂടി രജിസ്റ്റർ ചെയ്യുക, പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും നല്ലത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന ചിലർക്ക് അത് മനസ്സിലാവില്ല. ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുക എന്ന് വിചാരിക്കുക. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുക്കുന്നതാണ് ഈ രജിസ്ട്രേഷൻ. യൂസർ ID, പാസ്വേഡ് ഒക്കെ ഉണ്ടാക്കുന്നില്ലേ, അതാണ് രജിസ്ട്രേഷൻ. ഇനി നമുക്കതിൽ പോസ്റ്റ്, വീഡിയോസ്, റീൽസ് ഒക്കെ സംഭവങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണ്ടേ, ആ സംഭവമാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് വേറെ. അത് ചിലർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞത്. അപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടില്ല. അതായത് നമ്മുടെ അപേക്ഷ ഫയൽ ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാം. അത് മുമ്പോട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2/2/2026 മുതൽ 16/2/2026 വരെയാണ് നമുക്ക് ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കാനും ഫീസ് അടക്കാനുമായിട്ടുള്ള സൗകര്യം പറയുന്നത്. അതായത് 14-ാം തീയതി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപേക്ഷ അവിടെ നിലവിലുണ്ട്. 15, 16 ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുന്നുണ്ടാവും. പക്ഷേ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ 31 അല്ലെങ്കിൽ 1, 2 തീയതികളിലൊക്കെ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അന്ന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഡേറ്റുകൾക്കിടയിൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
പിന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ലഭിച്ചെന്ന് കരുതുന്നു, അല്ല നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ അപേക്ഷയിൽ വന്നിട്ടുണ്ടെങ്കിൽ 18/2/2026 മുതൽ 19/2/2026 വരെ നിങ്ങൾക്കത് തിരുത്താനുള്ള സമയവും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓഫീസ് നൽകുന്നുണ്ട്. അതായത് ഈ ഒരു സേവനത്തിലൂടെ നമുക്ക് നൽകുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് GDS-ൽ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ ഡ്യൂട്ടീസും കാര്യങ്ങളും 3-ാമത്തെ പേജിലായിട്ട് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററിൻ്റെ ഡ്യൂട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യണം, ടാക്സ് സേവക്കിൻ്റെ ഡ്യൂട്ടീസ്, സെയിൽസ്, സ്റ്റാമ്പ്സ്, അതുപോലെ തന്നെ സ്റ്റേഷനറീസ്, ഇങ്ങനെ ഓരോ ഡ്യൂട്ടി ഉണ്ട് അവർക്ക്. ആ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷൻ അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, സാലറി ഇതൊക്കെ നോക്കാം. ആദ്യം തന്നെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 12,000 രൂപ മുതൽ 29,380 രൂപ വരെ ശമ്പളം ലഭിക്കും. തുടക്കത്തിൽ 12,000 രൂപയായിരിക്കും. അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അതുപോലെ തന്നെ ഡാക് സേവകിന് ലഭിക്കുന്നത് 10,000 രൂപ മുതൽ 24,470 രൂപയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കാം. അപ്പോൾ അതാണ് ഇതിൻ്റെ സാലറി. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും കേട്ടോ. പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതിൽ നിന്ന് SC ST 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവും കൂടി ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൂടി നോക്കാം. ക്വാളിഫിക്കേഷൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതർ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. നോളജ് ഓഫ് കമ്പ്യൂട്ടർ നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. കുറച്ചെങ്കിലും ഇല്ലാതിരിക്കില്ല. 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പിന്നെ നോളജ് ഓഫ് സൈക്ലിംഗ്, അതില്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ അതും വലിയ നിർബന്ധമായിട്ടുള്ള കാര്യമില്ല, പക്ഷേ മനസ്സിലാക്കേണ്ടതായിട്ടാണ്. അഡീഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഇവിടെ പറയുന്നതാണ്. അപ്പോൾ ഇതുണ്ടാണ്. പിന്നെ ലിവ്ലിഹുഡിനുള്ള ഒരു സാമ്പത്തിക ചിലവ്, കാരണം തുടക്കത്തിൽ ചെറിയൊരു ശമ്പളം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ. അത്യാവശ്യം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു സ്ഥലത്ത് പോയി നിന്നിട്ട് നിങ്ങൾ ഈ ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതുണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളും കൂടി പ്രത്യേകം ഒന്ന് പറയുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനായിട്ട് പറയാനുള്ളത് ഇതാണ് മെയിനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ. 10ാം ക്ലാസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10ാം ക്ലാസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യം എന്ന് പറയുന്നത് ദി ആപ്ലിക്കൻ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ദി ലോക്കൽ ലാംഗ്വേജ് അറ്റ്ലീസ്റ്റ് അപ് ടു 10th സ്റ്റാൻഡേർഡ്. 10ാം ക്ലാസ് വരെയെങ്കിലും നിങ്ങളിപ്പോൾ തമിഴ്നാട് അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്, തമിഴ്നാട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, മലയാളത്തിലാണെങ്കിലും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, തമിഴ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലോക്കൽ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാണ് നിങ്ങൾ. ഇനി മലയാളികളാണെങ്കിൽ, നമ്മുടെ കേരളത്തിലുള്ളവനാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, മലയാളം തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അത് ഒരു ഇതുണ്ട്, സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ കീഴിൽ അതിന് മുമ്പോട്ട് പറഞ്ഞുതരും, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി നമുക്ക് ആ കാര്യങ്ങളുടെ നോക്കിയിട്ട് എങ്ങനെ ഇതിന് അപേക്ഷിക്കണം, ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്കും കൂടി കടക്കാവുന്നതാണ്. പിന്നെ SSLCൻ്റെ മാർക്ക് ഗ്രേഡ് ഒക്കെ നോക്കാൻ സംശയമുള്ളവർക്ക് നിങ്ങൾക്ക് ഇത് 10ാമത്തെ പേജിലായിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. A+, അതുപോലെ തന്നെ A, B+, B, C+, C, D, അങ്ങനെ ഓരോന്നിനും കിട്ടുന്ന മാർക്ക് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു പോയിന്റ്സും കാര്യങ്ങളും ഇവിടെ കൊടുത്തതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗ്രേഡ്, അതുപോലെ ഗ്രേഡ് പോയിന്റിക്കേഷൻ ഫാക്ടർ കാര്യങ്ങൾ, അതൊക്കെ ഓരോന്നായിട്ട് ഇവിടെ കൊടുത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്കിതിനെ അപേക്ഷിക്കേണ്ട ലോക്കൽ ലാംഗ്വേജിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വേണ്ടി നമുക്ക് നോക്കാം കേട്ടോ. തമിഴ്നാട് നിന്നുള്ളവരും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ കേരള സർക്കിളിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി നോക്കുകയാണെങ്കിൽ കേരള ഉണ്ട്, നമ്മുടെ കേരളം ഉണ്ട്, പിന്നെ ലക്ഷദ്വീപ് ഉണ്ട്, മാഹി ഉണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട ലോക്കൽ ലാംഗ്വേജ് മലയാളമാണ്. മലയാളത്തിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞത്. തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട് അടങ്ങുന്നുണ്ട്, അതുപോലെ പുതുച്ചേരി അടങ്ങുന്ന മാഹി, അങ്ങനെ ഓരോന്ന് എക്സ്ക്ലൂഡിംഗ് ആണ് കേട്ടോ. മാഹി ഇത് എക്സ്ക്ലൂഡിംഗ് ആണ്, കാരണം അത് വേറൊരു ഇതിലേക്ക് വരുന്നുണ്ട്. പുതുച്ചേരി മാത്രമേ വരുന്നുള്ളൂ. മാഹി പുതുച്ചേരിൻ്റെ ഭാഗമാണെങ്കിൽ അത് കേരളത്തിലേക്ക് പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ തമിഴാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് യൂണിയൻ ടെറിട്ടറിയും സ്റ്റേറ്റും അവിടെ കൊടുത്തു. ജസ്റ്റ് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, വീഡിയോ കാണുന്നവരുണ്ട് തമിഴ്നാട്ടിൽ, അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കേരളത്തിൽ മെയിനായിട്ട് വേണ്ടത് നമുക്ക് മനസ്സിലായി, മലയാളം ഉണ്ടായിരിക്കണം. ലക്ഷദ്വീപ് അതുപോലെ മാഹി കേരളത്തിലാണ് വരുന്നത്. മലയാളം എന്ന് പറയുന്ന ലോക്കൽ ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി നമുക്കിതിനെങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ പുതുതായിട്ട് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രജിസ്ട്രേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നമ്മളിപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ എഡിറ്റിംഗ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, കാര്യങ്ങൾ എൻഡിങ് ഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോയിലേക്ക് കയറുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ അതുപോലെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ആ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിലേക്കും കാര്യങ്ങളിലേക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വരും. അത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ നിലവിൽ ഇവിടെ ആപ്ലിക്കേഷൻ അപ്ലൈ എന്ന് പറയുന്ന ബട്ടൺ ഇല്ല, നമുക്ക് ക്ലിക്ക് ചെയ്താലും ലഭിക്കുന്നില്ല. അപ്ലൈ തുടങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ അപ്ലൈ എങ്ങനെയാണ് ഏതാണെന്നൊക്കെ കാണിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല, രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാൻ സാധിക്കൂ. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും പിന്നെ സുഹൃത്തുക്കളിലേക്ക് തീർച്ചയായും ഷെയർ ചെയ്യാനും മറക്കേണ്ട.